ഞാൻ ഇന്ന് ബസ്രക്കടുമ്പ് തീറ്റിക്കും. ഈ ഒരു ഡയലോഗ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ? കാസർഗോഡുകാർ പറയുന്ന ഡയലോഗാണ്. ഇന്ന് ഞാൻ ബസ്രക്കടുമ്പ് തീറ്റിക്കും അല്ലേ. അത് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ ഒരു ആകാംക്ഷയില്ലേ? ഈ ബസ്ല എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ളത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് കാട്ടിത്തരാം. അത് എങ്ങനെയാണ് കറി വെക്കുന്നത് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വായോ. അപ്പോൾ ഇതാണ് ഈ കാസർഗോഡ് പറയുന്ന ആൾ ബസ്ല എന്ന് പറയുന്ന സാധനം. ബസള എന്ന് പറയും. സോ ഇതൊരു ഇലയാണ്. ഇലയും കുമ്പായിട്ട് ഇങ്ങനെ കറി വെക്കാണ്. അതിലേക്ക് ഞങ്ങൾ ചക്കക്കുരുവും കൂടി ഇടുന്നുണ്ട്. സോ ചക്കക്കുരു ഇല്ലാത്തവർ, അഥവാ അത് ഇഷ്ടമില്ലാത്തവരുണ്ട്, അവർക്ക് ഇതിൽ ചെറുപയറോ അതോ പരിപ്പോ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിതൊന്ന് മുറിച്ചെടുത്ത് വരാം. അപ്പോൾ ഇതാ, എനിക്ക് പണിയെടുക്കാൻ മടിയാവുന്നത് കൊണ്ട് തന്നെ ഇത് ഞാൻ മുറിച്ചെടുക്കുന്നത് ഉമ്മാനെ കൊണ്ടാണ്. എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത്, എൻ്റെ കുക്കിങ്ങിൽ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് ഉമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ബസ്സിൽ മുറിച്ചെടുത്തിട്ടുണ്ട്, ചക്കക്കുരു മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുക്കറിൽ വേവിക്കാൻ വെക്കണം. ഉപ്പും ചക്കക്കുരും ബസല ഇട്ടിട്ട് നമുക്കൊരു 4 വിസിലോളം ഇതൊന്ന് വേവിച്ചെടുക്കണം. സോ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിന് അരപ്പ് റെഡിയാക്കണം. അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 മുറി തേങ്ങ ചിരകിയെടുത്തത്, അതുപോലെ തന്നെ ഉണക്ക മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ജീരകം, വെളുത്തുള്ളി, ഇത് കൂടിയിട്ട് ഒന്ന് ഗ്രൈൻഡറിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അരക്കാനിടാം. സോ അത് അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ റൂമൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് റൂം. സോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് റെഡി ആക്കിയിടാം. അങ്ങനെ റൂം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല വേവ് വന്നിട്ടുണ്ട്. സോ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അടുപ്പത്ത് വെക്കാം. സോ നേരത്തെ ഉണ്ടാക്കിയെടുത്ത അരപ്പ് അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഇത് തിക്കായിട്ട് വന്നതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി അതിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ബസലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്കിതിലേക്ക് ചോറും ബസലക്കറിയും അതേമാതിരി നല്ലൊരു അച്ചാറും കൂട്ടിയിട്ട് നമുക്ക് ചോറ് വെച്ചിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.